ശത്രുസംഹാര പൂജയിൽ ഒടുവിൽ വിശദീകരണവുമായി ഡി.കെ. ശിവകുമാർ. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തെ അല്ല ഉദ്ദേശിച്ചത്, അവിടെ പലതവണ താൻ ദർശനം നടത്തിയിട്ടുണ്ട്. രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സമീപമെന്നാണ് താൻ പറഞ്ഞത് എന്ന് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നു. വാക്കുകൾ കേട്ട ശേഷം വിവരങ്ങളിലേക്ക് വിശദമായി. Let they inquire. Okay, I know a lot of things. I don't want to disclose these things. Anyway, I have respect for all the Kerala temples. It is a state of God-owned country. We respect them. Some of them are misunderstood. I don't mind for the misunderstood, but I don't want to hurt the sentiments of anyone in Kerala or anywhere in the country. കെ.വി. ശ്രീധരൻ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ശ്രീധരൻ, ഒരു വിശദീകരണം എന്ന നിലയിൽ വരുമ്പോഴും തളിപ്പറമ്പ് ക്ഷേത്രത്തെ അല്ലെങ്കിൽ രാജരാജേശ്വരി ക്ഷേത്രത്തെ അല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അപ്പോഴും പല കാര്യങ്ങളിലും അദ്ദേഹം വെളിപ്പെടുത്തലിന് തയ്യാറായിട്ടുമില്ല. എന്താണ് വിശദീകരണത്തിന്റെ രത്നച്ചുരുക്കം? ഇന്നലെ കേരളത്തിൽ വ്യാപകമായി പ്രചരണമുണ്ടായത് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ, ശസ്ത്രസംഹാര പൂജ നടന്നു എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ ഇതിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇന്ന് ഡി.കെ. ശിവകുമാർ. നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ചല്ല താൻ പറഞ്ഞത്, അവിടെ താൻ ഒരുപാട് തവണ ദർശനം നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അക്കാര്യത്തിലൊരു വിശദീകരണം അല്ലെങ്കിൽ തെളിമ വന്നിരിക്കുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ മൃഗബലി എന്നുള്ളത് കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്ന് ഡി.കെ. ശിവകുമാർ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. അത് എവിടെയാണ് എന്ന് വ്യക്തമാക്കാൻ താൻ തയ്യാറല്ല. കൃത്യമായിട്ട് എവിടെ വെച്ചാണ് നടന്നത് എന്നറിയാം. ഒരു സ്വകാര്യ സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ആരാണ് നടത്തിയത്, ആർക്ക് വേണ്ടിയാണ് നടത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം തനിക്കുണ്ട്. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് ഏതാണ്ട് 15 കിലോമീറ്റർ മാറിയാണ് ഇങ്ങനെയുള്ള ചടങ്ങ് നടന്നത് എന്നാണ് ഡി.കെ. ശിവകുമാർ വ്യക്തമാക്കുന്നത്. ഈ രാജരാജേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞപ്പോൾ ചോദിച്ചു, ഈ രാജരാജേശ്വരി ക്ഷേത്രം അത് എവിടെയാണ് കേരളത്തിൽ ഇതിപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്, വിവാദമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താമോ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഡി.കെ. ശിവകുമാറിന്റെ മറുപടി ആയിരുന്നു, എവിടെയാണ് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, എല്ലാ കാര്യങ്ങളും തനിക്കറിയാം, പക്ഷേ ഒന്നും പുറത്തു പറയുന്നില്ല എന്നാണ് ഡി.കെ. ശിവകുമാർ പ്രതികരിച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഒരു വിവാദത്തിൽ അവസാനം വന്നിരിക്കുന്നു. ഇന്നലെ ക്ഷേത്രം അധികൃതരൊക്കെ, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അധികൃതരൊക്കെ ഇതിനെതിരെ കാര്യമായി രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും മൃഗബലി നടന്നിട്ടുണ്ട്, അതെവിടെയാണ് എന്നുള്ളത് ഡി.കെ. ശിവകുമാർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അല്ല, അതിനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മൃഗബലി നടന്നിട്ടുണ്ട് എന്ന് ആവർത്തിക്കുകയും ചെയ്യുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ.